പറയട്ടെ, എന്നെ പോലെ ലോകത്ത് വേറെ ആരും ഉണ്ടാവും. ആർക്കും ഫസ്റ്റ് പറയുമ്പോൾ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ നാളെ മുതൽ നമ്മുടെ ഈ ചാനലിൽ ബിഗ് ബോസിന്റെ എപ്പിസോഡോ ലൈവ് അപ്ഡേറ്റ്സോ ഇടുന്നതല്ല. എന്നുവരെ നമുക്കങ്ങനെ ബിഗ് ബോസിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മുടെ രണ്ട് ചാനൽസും ബിഗ് ബോസിന്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയതിന് ശേഷം രണ്ട് റിയാക്ഷൻ വീഡിയോ ചാനൽസും അടപടലം ഡൗൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് നാളെ മുതൽ നമ്മുടെ മൂന്നാമത്തെ ചാനലാണ്, ഇത് വ്ളോഗിങ്ങിന് വേണ്ടി തുടങ്ങിയ ചാനലാണ്, ലൈഫ് ഓഫ് അനന്ത് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിന്റെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഈ ഒരു ചാനലിലായിരിക്കും ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനലിനെ കുരുതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് അവന്മാർ സ്ട്രൈക്ക് അടിക്കുക എന്താ വെച്ചാൽ തരട്ടെ, പൂട്ടട്ടെ. ഈ ഒരു ചാനൽ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കണ്ടില്ലാത്തവർ ഒന്ന് പോയി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം ഗൈസ്. ബഷീർ ആൻഡ് ഫാമിലി. ബഷീർ ബഷിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 1 ഇദ്ദേഹം അത്യാവശ്യം ഫേമസ് ആയത്. പിന്നെ അതിനേക്കാളും ഫേമസ് ആയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം 2 കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ വൈഫിന്റെ പേര് സുഹാന, രണ്ടാമത്തെ വൈഫിന്റെ പേര് മഷൂറ. ഒരുപാട് ആൾക്കാർ 2 വട്ടം കല്യാണമൊക്കെ കഴിക്കാറുണ്ട്. രണ്ട് സ്ഥലത്തും ഈ 2 ഭാര്യമാരും തമ്മിൽ അറിയാത്ത രീതിയിലേക്ക് ആയിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ ബഷീർ ബഷിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഭാര്യമാരും ഒരൊറ്റ വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നോർമൽ സമൂഹത്തിൽ അധികം കണ്ടുവരാത്ത ഒരു പരിപാടി. ഒരു ഹസ്ബൻഡ്, 2 വൈഫ്, 2 പേരും മക്കളും എല്ലാവരും കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളത്. അപ്പോൾ സാധാരണ തന്നെ ഫാമിലി വ്ളോഗേഴ്സ്, ഒരു വൈഫും ഒരു ഭർത്താവും ആണെങ്കിൽ തന്നെ ഫാമിലി വ്ളോഗേഴ്സിന് അത്യാവശ്യം റീച്ചും കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിട്ടാറുണ്ട്. അപ്പൊ 2 വൈഫും ഒരു ഭർത്താവും ആണെങ്കിൽ സോഷ്യൽ മീഡിയയിലെ റീച്ച് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിനപ്പുറമായിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഇവരും ഒരു വൈറൽ ഫാമിലിയാണ് സോഷ്യൽ മീഡിയ രംഗത്ത്. നമ്മൾ ഇവരെ പറ്റി അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ആദ്യത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു സംഭവം, ഇവരെങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്, ഇവരെങ്ങനെയാണ് കഴിയുന്നത് എന്നൊക്കെ അറിയാൻ ആൾക്കാർക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാഴ്ചക്കാർ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇവരെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ 2 ടൈപ്പ് ഓഫ് ആളുകളും ഇവരുടെ വീഡിയോസിന്റെ അടിയിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇപ്പൊ ഒരു പുതിയ കോൺട്രവേഴ്സി എത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് പല കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയെങ്കിലും 1 മാസം മുമ്പ് ഈ സുഹാന, ഫസ്റ്റ് വൈഫ്, ഇട്ട ഒരു വീഡിയോ ആണ് മോം ലൈഫ് വ്ളോഗ് എന്നും പറഞ്ഞിട്ട് സുഹാന ഇട്ട വീഡിയോ ആണ്. ഒരു 34 മിനിറ്റുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ ഇപ്പോ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വനിതക്കാർ വരെ എടുത്തത് ചർച്ചയാക്കിയിട്ടുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? വനിതക്കാർ വരെ സംഭവം ഇതാക്കുന്നുണ്ട്, മനസ്സിലായ? അതുപോലെ തന്നെ മനോരമ ന്യൂസ് വാർത്തയാക്കിയിട്ടുണ്ട്. അപ്പൊ സംഭവം വേറൊന്നുമല്ല, സുഹാനയെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് 2ാം ഭാര്യയായിട്ടുള്ള മഷൂറയുമായിട്ട് ബഷീർ ബഷി ബാങ്കോക്കിൽ ട്രിപ്പ് പോയി. ഇതാണ് ചർച്ചാ വിഷയം. ഈ ഒരു കാര്യം സുഹാന, ആദ്യത്തെ ഭാര്യ, ഈ പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകുന്നു. സുഹാന മഷൂറ. ഒന്ന് കെട്ടിയ നമ്മുടെ കൂട്ടുകാർ തന്നെ പറയുന്നു, എന്റെ പൊന്നളിയാ കെട്ടല്ലേ സഹിക്കാൻ പറ്റൂലെന്ന്. അപ്പൊ ഈ ചങ്ങായി 2 കെട്ടിയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സമ്മതിക്കണം കേട്ടോ. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂല. അയ്യോ, അതും മക്കളും, എന്റെ പൊന്നെ സമ്മതിക്കണം ബഷീറെ, ഒരു ഫോട്ടോ തരണം കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത് സുഹാനയുടെ വ്ളോഗ്. സുഹാന ഒരു വ്ളോഗ് ഇട്ടു. സുഹാനയുടെ വ്ളോഗിനകത്ത് പുള്ളിക്കാരൻ വന്ന് പറയുന്നുണ്ട് അവർ 2 കൂടെ ബാങ്കോക്കിൽ പോയേക്കാണ്. ഇത് ആൾക്കാരെടുത്ത് ചർച്ച ചെയ്ത് അതിന്റെ അടിയിൽ കമന്റായി, ബഹളമായി. അങ്ങനെ അതാണ് സംഭവം. അന്നേരം മഷൂറ, സോറി പണ്ടാര് വെട്ടകളൊക്കെ പേര് തമ്മിൽ തിരിഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സുഹാന പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കൈവിട്ട് പോയത് കുഴപ്പമില്ല, ഞാൻ പിടിച്ചെടുക്കും. കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഇത്ര നേരം കേൾക്കണ്ടോ, ഇതെന്താണ് സുഹാന മാത്രമുള്ളല്ലേ? യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു സർപ്രൈസ് എന്ന് പറയണോ, എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല. മഷു വീഡിയോ എടുക്കണുണ്ട്, എന്തായാലും പോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇടുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾ അറിയണമായിരിക്കും. മഷുവും ബഷിയും എബ്രവും ബാങ്കോക്കിലാണ് ഗൈസ്. എല്ലാം പെട്ടെന്ന് സഡൻ പ്ലാൻ ആയിരുന്നു. എന്താ വെച്ചാൽ ബാങ്കോക്കിലാണെന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. ആ ചിരിയൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള പരിപാടിയാണെന്നൊക്കെയാണ് പറയുന്നത്. അതും കമന്റിനകത്ത് വരുന്നുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്നൊരു ആഗ്രഹമൊക്കെ വന്ന്, എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ. അപ്പോൾ മഷുവിൻ്റെ ഓൺ ബ്രാൻഡിൽ, മഷു ഇട്ട പേരിൽ ഓൺലൈൻ സ്റ്റോറ് വരികയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ ഫാമിലി സപ്പോർട്ട് ചെയ്തതുപോലെ ഈ പുതിയ ഓൺലൈൻ ബ്രാൻഡ്, മഷുവിൻ്റെ ഓൺ ബ്രാൻഡ് ഇറക്കി. ഇങ്ങനെ ഓൺ ബ്രാൻഡ് മീൻസ് സ്വന്തം ഒരു പേരൊക്കെ ഇട്ടിട്ട് ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണതാണ്. നമ്മുടെ ക്യൂട്ട് പിൻട്രസ്റ്റ് ഡ്രസ്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ മഷു സുനു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനത്തെ ഡ്രസ്സുകൾ, ക്യൂട്ട് ഡ്രസ്സുകൾ, നല്ല എസ്തെറ്റിക്
എസ്തെറ്റിക് ഒരു വൈബുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്യൂട്ട് ഡ്രസ്സ്, പിൻട്രസ്റ്റ് മോഡൽ അങ്ങനത്തെ, പിന്നെ കാഷ്വൽ വേഴ്സും, പിന്നെ അങ്ങനെ ലേഡീസ് വെയർ, കിഡ്സ് വെയർ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പം ഒരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാനാണ് മഷൂൻ്റെ. അപ്പോൾ അതിൻ്റെ 1ാം പടി എന്നുള്ളതിലാണ് ബാങ്കോക്കിൽ പർച്ചേസ് ചെയ്യാൻ പോയേക്കണം. ബാങ്കോക്ക് മാത്രമല്ല, ഇൻഷാല്ലാ ചൈന, ടർക്കി അങ്ങനെ എല്ലായിടത്തും പോയി നമ്മൾ ഒന്ന് കണ്ട് എല്ലാം ഒന്ന് അറിഞ്ഞ് പർച്ചേസ് ചെയ്ത് അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിലാണ് ഇപ്പോൾ പോയേക്കണത്. അപ്പോൾ ഇപ്പോൾ എല്ലാം സഡൻ പ്ലാനായിരുന്നു. ഇപ്പോൾ മൺഡേ പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഉച്ചക്ക് തന്നെ രാത്രിത്തേക്ക് വിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ അവർ ഇന്നലെ രാത്രി ഫ്ലൈറ്റ് കയറി. സഡൻ പ്ലാനിൽ പെട്ടെന്നോട്ടൊന്ന് കയറി. അങ്ങനെ എന്താ പറയണ്ട, അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് കൺഫ്യൂഷനാണ് ഏതൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരങ്ങനെ കയറി. അൽഹംദുലില്ലാ അവർ രാവിലെ, ഇന്ന് ട്യൂസ്ഡേ ആണ്, രാവിലെ എത്തി, സേഫായിട്ട് എത്തി, കുഴപ്പമൊന്നുമില്ല. എബ്രു ആണെങ്കിലും. അപ്പൊ അത്രേ ഉള്ളൂ. ഇതാണ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനം. ഈ രണ്ടാമത്തെ ഭാര്യ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുന്നു. അതിന് പർച്ചേസിന്റെ ഭാഗമായിട്ടാണ് ബാങ്കോക്കിലോട്ടൊക്കെ ട്രിപ്പ് പോയേക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ബിസിനസ് ടൂറാണിത്. കുറെ ആൾക്കാർ ഇത് വളച്ചൊടിച്ച് 1ാം ഭാര്യ ഇവിടെ ഇട്ടിട്ട് 2ാം ഭാര്യയുടെ കൂടെ കറങ്ങാൻ പോയി എന്നുള്ള ഒരു സെറ്റപ്പിലോട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ പിള്ളേരെയൊക്കെ നോക്കണം, അതുകൊണ്ട് ഫസ്റ്റ് വൈഫിനെ കൊണ്ടുപോയില്ല. ഈ ഒരു രീതിയിലാണ് സാധനം പോകുന്നത്. അപ്പൊ ഇതിന്റെ അടി വന്ന കുറച്ച് കമന്റ്സ് നമുക്ക് വായിക്കാം. വേൾഡ് ടൂർ അവൾക്ക്, നീ ഇവിടെ ഇരിക്കും, അല്ലാതെ എന്താ പറയുക. മഷൂറ അവള് മിടുക്കിയ, അവള് നിങ്ങളെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവൾ മൊത്തത്തിൽ തട്ടിയെടുക്കും. അവൾ നിന്റെ ജീവിതം തട്ടിയെടുത്ത പോലെ. സുഹാനെ, ഞാനും ഒരു പെണ്ണ, ഉമ്മയാണ്. എനിക്കും നിന്റെ പ്രയാസം നന്നായി മനസ്സിലാകും. അതുകൊണ്ട് പറഞ്ഞു പോയതാ. മഷൂറെ എനിക്ക് ഇഷ്ടമേ അല്ല. ആ പെണ്ണിനെ ഒരു കുടുംബം കലക്കി കയറി വന്നവൾ അവനും. സുഹാന പറയുമ്പോൾ തന്നെ മനസ്സിലെ ഫീലിങ്സ് അറിയാൻ പറ്റുന്നുണ്ട്. അടുത്ത കമന്റ്. മനസ്സിലെ വേദന ഒതുക്കാൻ എന്തൊക്കെയോ ആർക്കും പ്രയോജനമില്ലാത്ത, താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു പാപം. ആ മുഖം കണ്ടാലറിയാം, ആ ഹൃദയം വിങ്ങുന്നു. രാവിലെ തീരുമാനിച്ചു, ഉച്ചയ്ക്ക് പോയി, എല്ലാം വിശ്വസിച്ചു. സ്വന്തമായി ഒരു യൂട്യൂബ് വരുമാനമൊക്കെ ഇല്ലേ, കുറച്ച് സെൽഫ് റെസ്പെക്ട് ഒക്കെ ആവാം. മഷുവിനെ പിന്നെ അവന്റെ കൂടെ ഫുൾ ടൈം ഉണ്ട്. എന്തിനും ഫാസ്റ്റ് അവള് തന്നെ. നീ എന്തു പറഞ്ഞാലും നിന്റെ മുഖം കണ്ടാ അറിയാം നിന്റെ വേദന. നീയും ബഷീറും മക്കളും മാത്രം ഒരു ട്രിപ്പ് പോ ഇതുപോലെ, അപ്പോ അറിയാം മഷൂറിന്റെ ഗുണം. മഷൂറേന്റെ ഗുണം. ചിരിച്ചുകൊണ്ട് കരയുന്നു പാവം. സെൽഫ് റെസ്പെക്ട് വേണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ച് തീർക്കേണ്ടി വരും. ശരിക്കും പാവം തോന്നും. പാവം, എന്തൊരു ഗതികെട്ട ജീവിതം. ഇവരോടൊരു സഹതാപവുമില്ല. കാരണം ഇവർ തന്നെ അവരുടെ കൂടെ നമ്മളെ പുച്ഛിച്ച വീഡിയോയിൽ സംസാരിക്കാറുള്ളത്. ഇങ്ങനെ മാനം കെട്ട് ജീവിക്കാതെ മക്കളെയും കൂട്ടി വാടകയ്ക്ക് പോയി ജീവിക്കണം. 3 പേർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇവർക്ക് നല്ല വരുമാനം കിട്ടും. മക്കളും അത്യാവശ്യം വലുതായി. അങ്ങനെ ചെയ്താൽ തന്നെ ഇവർക്ക് സപ്പോർട്ട് കൂടുകയുള്ളൂ. ഇത് ചുമ്മാ ഒരുമാതിരി. അപ്പൊ ഇങ്ങനെ കമന്റുകൾ തുരുതുരാൻ വരികയാണ്. കഷ്ടം തോന്നുന്നു, പാവം തോന്നുന്നു, പിച്ചിട്ട് പോടേ, വെച്ചിട്ട് പോടേ. എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. എനിക്ക് ഈ ഒരു ഫാമിലിയോട് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൺസെപ്റ്റാണ് ഇവരുടെ ഫാമിലി കൺസെപ്റ്റ്. 2 ഭാര്യയും ഒരു ഭർത്താവ് എനിക്ക് പറ്റത്തില്ല, ഉള്ള കാര്യം പറയാല്ല. ഒരെണ്ണത്തിനെ തന്നെ കെട്ടാൻ ഇവിടെ പേടിയാണ്. അന്നേരമാണ് ഇനി 2 എണ്ണത്തിനെ കെട്ടുന്നത്. ഇപ്പൊ പ്രശ്നത്തിലോട്ട് വരാണെങ്കിൽ സുഹാന എന്ന് പറയുന്ന പെണ്ണിനെ തഴഞ്ഞിട്ട് മഷൂറയുടെ കൂടെ ഇവൻ കറങ്ങുന്നു എന്നുള്ള തരത്തിലാണ് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ജീവിതം ആൾക്കാരുടെ മുന്നിലിടുമ്പോൾ ആൾക്കാർ കയറി ചൊറിയും, ആൾക്കാരകത്ത് കയറി കമന്റ് പറയും, സ്വാഭാവികമാണ്. അങ്ങനെ ഇടുന്ന വീഡിയോ വഴി അവർക്ക് മോണിറ്റൈസ്ഡ് ആയിട്ട് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ കേൾക്കാൻ ഇത് ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ട് വെക്കണം, ഇതൊന്നും കേൾക്കേണ്ടായിരുന്നുവെങ്കിൽ. എന്താണെങ്കിലും ഞാൻ കുറെ കമന്റ് വായിച്ചിരുന്നല്ലോ. ആ കമന്റിനുള്ള മറുപടി ഇവർ പല ഇന്റർവ്യൂസിലായിട്ട് മുൻപ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉടനെ ഒരു വീഡിയോ കാണിച്ചു തരാം. പിന്നെയും പറയുന്നത് സുഹാന എങ്ങനെ പറ്റണം, എങ്ങനെ സഹിക്കണം. ഞാൻ ഇത് കല്യാണം കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ് കൊച്ചുമായി. ഇത് വായിച്ചിട്ട് ഞാൻ അപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞ 5 വർഷമായി, കൊച്ചുമായി. അന്നേരം അവർ യൂസ്ഡ് ആയി, ആ ഒരു ജീവിതത്തിലോട് യൂസ്ഡ് ആയി എന്നുള്ളതാണ്. ആദ്യമൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ജീവിതം വലിയ പോവാ, തട്ടിമുട്ടിയൊക്കെ പോവുക എന്നുള്ള സെറ്റപ്പിൽ പോയി കാണും. പിന്നെ ഒരു ഫെയിമിലോട്ട് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് ഏൺ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പൈസ വരുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇതായിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്തോ പറയാനടേ, ജീവിച്ചു പോകുന്ന അത്ര തന്നെ. 5 വർഷം കഴിഞ്ഞ് കൊച്ചാ, ഇപ്പോഴും നീ ഒരേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കണം. അഭിനയം ഒരു വീട്ടില് ഒന്നിച്ച് ഒരാഴ്ച താമസിക്കാൻ പറ്റില്ല. 3-ൽ 1 ചത്തിട്ടുണ്ടാവും. എന്റെ മക്കള് ഞങ്ങളെക്കാട്ടി ഭയങ്കര സന്തോഷം. അവർക്ക് സോറി പറയുന്ന സന്തോഷമായിട്ട് അവർ ഒന്നിച്ച് ജീവിക്കുന്നു എന്നാണ്. എന്നിട്ടും ആളുകൾ ഇങ്ങനെ കിടന്ന് കണാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സന്തോഷം എന്തെങ്കിലും ആവട്ടെ. ഈ സുഹാനയും മഷൂറയും തമ്മിലുള്ള ആ ഒരു ബോണ്ടിനെ പറ്റിയും പറയുന്നുണ്ട്. പറയട്ടെ, എന്നെ പോലെ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. ആർക്കും ഫസ്റ്റ് പറയുമ്പോ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും ബഷീർ സ്നേഹിക്കുന്നതും
മഷു എന്താണെന്നുള്ളതും എല്ലാം അറിയാം. എന്നെ അപ്പൊ അതാ പറഞ്ഞ ആദ്യം കേട്ടപ്പോ സങ്കടം തോന്നിയെന്നു. അത് വല്ലാത്തൊരു സങ്കടമായിരിക്കും. എങ്ങനെ സഹിക്കാൻ പറ്റിയ ആ സമയത്ത് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്റെ ദൈവമേ, നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടാ. ടഫ് ലൈഫ്. ആ പെണ്ണിനെ വിട്ടോളണം എന്ന് പറയാനുള്ള സാധനമില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി തിക്കായി. ഓക്കെ, ആ ഒരു ടൈമിലുള്ള ഒരു സങ്കടം മാത്രം. പിന്നീട് അവര് ജീവിതത്തിലൂടെ കടന്നു വന്നു, അവര് തിക്കായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള തരത്തിലാണ് സുഹാന പറഞ്ഞു വെക്കുന്നത്. അപ്പൊ കാണുന്നവർക്കാണ് പ്രശ്നം എന്നാണ് സുഹാനയുടെ ഒരു വാദം എന്ന് പറയുന്നത്. റിയൽ ലൈഫും രണ്ട് ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഈ കാണുന്ന ഫോണിന്റെ ചെറിയ സ്ക്രീനിൽ കാണുന്ന യഥാർത്ഥ ജീവിതം ആയിരിക്കത്തില്ല അവരുടെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഉള്ള ജീവിതം. വളരെ സമാധാനവും സന്തോഷവുമായിട്ട് പോകുന്നെന്ന് വിചാരിക്കുന്ന പല ജീവിതങ്ങളും അടിച്ച് പണ്ടാറടങ്ങി പൊളിഞ്ഞു നടന്നിട്ടായിരിക്കും നമ്മള് മുമ്പിൽ വന്ന് ചിരിച്ചു കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇവരെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഇല്ലെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്ത് പണ്ടാരമാണെങ്കിലും അവരാണ് അനുഭവിക്കുന്നത്, അവരനുഭവിക്കട്ടെ, വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അതിനെ ആ വഴിക്ക് അങ്ങ് വിട്ടാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഡബിൾ വൈഫ് സെറ്റപ്പിലോട്ട് എനിക്കെന്നല്ല ഒരുവിധപ്പെട്ട ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം ബിഗ് ബോസ് വന്ന സമയത്ത് ബഷീറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്റെ വൈഫ് വേറൊരു ചെറുക്കനെ വിളിച്ചിട്ട് ഒന്നായി നീ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അതിന് ബഷീർ ഉടനെ എടുത്ത് പറയുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യത്തില്ല, അങ്ങനെയാണെങ്കിൽ ഇറങ്ങി പൊക്കോട്ടെ എന്നുള്ള തരത്തിലാണ് പുള്ളി അന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ പുള്ളിക്ക് പറ്റത്തില്ല. ഭാര്യമാർക്ക് ആയിക്കോണം, അവരിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു എന്നാണ്. എന്താണെങ്കിലും എനിക്കിനത് കൂടെ ഒന്നും പറയാനില്ല, അവരെന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിട്ട്. അപ്പൊ ഈ ഒരു സാധനം ഇങ്ങനെ കടന്ന് ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് സുഹാന പിന്നെ ഒരു കരഞ്ഞോണ്ടൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഈ സെയിം സാധനം പിന്നെയും കുത്തിപ്പൊങ്ങി വരും. അവരടിച്ച് പിരിഞ്ഞ് മഷൂറ കാരണം ഇടിയുണ്ടായി അടിയുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാം ഒരു കോണ്ടന്റ് ആടി, അവർ കോണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മളെ അത് കടന്ന് തലവൈകിട്ട് കാര്യം ഒന്നും അത് പോയി കണ്ടിരിക്കുക, ഇട്ടേക്കണം, അത്രേ ഉള്ളൂ, വേറെ കാര്യം. പിന്നെ കമന്റ് തൊഴിലാളികൾക്ക് എന്തും പറയാം. അത് ചിലർക്ക് ഒരു ഹരമാണ് ഇങ്ങനെ കമന്റ് ഇടുക എന്നുള്ളത്. അങ്ങനെയുള്ള കമന്റ് കേട്ട് ഇവർ തഴമ്പിച്ചിട്ടുണ്ടാവും. അവർക്ക് വലിയതായിട്ട് ഇതൊന്നും ബാധിക്കത്തൊന്നുമില്ല ഇവരെയും. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്ന സമയത്ത് തന്നെ, ഈ ഡബിൾ വൈഫ് റിലേഷൻഷിപ്പ് വന്നപ്പോൾ തന്നെ എന്തോരം ഒരു കേട്ടിട്ടുണ്ടാവും. നാലോചിച്ച് നോക്കും. മഷൂർ ഏതോ ഒരു ഷോയിൽ ഇങ്ങോട്ട് പറയുന്നുണ്ട്, എന്റെ ഫാദറിന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഫാദറിന്റെ റിയാക്ഷനെ പറ്റി അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ആ ഒരു തരത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനേക്കാളും വലിയ സാധനങ്ങൾ കേട്ടതായിരിക്കും അവർ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് തന്നെ വന്നത്. അപ്പൊ അന്നേരം ഇങ്ങനെയുള്ള കമന്റ്സ് ഒന്നും അവരെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ഈ ഒരു സാധനം ഇപ്പൊ എങ്ങനെ കുത്തിപ്പൊങ്ങി വന്നു എന്ന് എനിക്കറിയില്ല. 1-2 ആൾക്കാർ ഇതെടുത്ത് കട്ട് ചെയ്ത് റീലാക്കി അല്ലെങ്കിൽ വേറെ വീഡിയോ ആക്കി എങ്ങനെ ഇട്ടിട്ടുണ്ട്. അന്നേരം അത് വെച്ചിട്ടാണ് 34 മിനിറ്റ് വീഡിയോക്കകത്ത് ഉള്ള 2 മിനിറ്റ് ഭാഗമാണ് ഇത്. എന്നാൽ ഈ ഒരു സാധനം ഇപ്പോഴാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ എന്തോ ഒരു വശപ്പശ ഉണ്ടല്ലോ ഈ ബഷൂറായുടെ സംസാരത്തിൽ നിന്ന്. അതിങ്ങനെ ആൾക്കാർ ഇട്ട് ചർച്ച ചെയ്ത് അത് പ്രശ്നമാക്കി ഇരിച്ച്, അത്രേ ഉള്ളൂ. എന്താണ് കേസ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചാനൽ വീഡിയോ കാണാൻ മറക്കണ്ട. ബിഗ് ബോസിന്റെ വീഡിയോസ്, അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം അതിനകത്തായിരിക്കും. നമ്മുടെ ഈ ഒരു ചാനൽ, നമ്മുടെ മെയിൻ ചാനലിനകത്ത് പഴയ പോലെ തന്നെ ബാക്കി കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും, വീഡിയോ ഇടുന്നതായിരിക്കും. വേറെ ഒന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.